മാനുഷികമായ അറിവിനും കഴിവിനും അതീതമായി ദൈവിക കരുണയുടെ തണലിൽ തൻ്റെ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടിയ ദൈവപുത്രൻ. അവിടുത്തെ തെരഞ്ഞെടുപ്പുകളുടെ ആത്മീയത ഈ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുകയായിരുന്നു. അവിടുന്ന് തൻ്റെ അജഗണത്തിന് യോജിച്ച ഇടയന്മാരായി വിളിച്ചു ചേർക്കുന്ന ഓരോ ശുശ്രൂഷകരും ഈ ലോകത്തോട് പ്രഘോഷിക്കുന്നത് അളവറ്റ ദൈവകരുണ തന്നെയാണ്. തനിക്ക് പ്രതിപുരുഷന്മാരായി ഈ ഭൂമിയിൽ അവിടുന്ന് നിയോഗിക്കുന്ന അനേകായിരം അഭിഷിക്തരിലൂടെ എണ്ണമറ്റ ആത്മാക്കൾ ആ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് സ്വർഗയാത്ര ചെയ്യുന്നു. ദൈവശുശ്രൂഷകരുടെ വിളനിലമായ ഒരു ദേശത്ത് ഒരു വലിയ സമൂഹത്തെ പതിറ്റാണ്ടുകളോളം വഴി നടത്തിയ മഹാനായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ, അനേകം അഭിഷിക്തരെ തിരുസഭയുടെ മടിത്തട്ടിലേക്ക് പരിശീലിപ്പിച്ചയച്ച അനുഗ്രഹീതനായ ആത്മീയാചാര്യൻ, സെമിനാരി അധ്യാപകൻ, റെക്ടർ, രൂപതാധ്യക്ഷൻ എന്നിങ്ങനെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിലെല്ലാം മാതൃകാപരമായി മുന്നേറിയ ശുശ്രൂഷകൻ. 2 പതിറ്റാണ്ടുകളിലേറെ പാലാ രൂപതയെ നയിച്ച അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് തൻ്റെ വ്യക്തിത്വവും സ്നേഹശീലവും നേതൃത്വ പാടവവും കൊണ്ട് വ്യത്യസ്തനും ഒരു ദേശത്തിന് മുഴുവൻ പ്രിയങ്കരനുമാണ്. 2017 ഏപ്രിൽ മാസം 90 വയസ്സ് പൂർത്തിയാക്കുന്ന അദ്ദേഹം തൻ്റെ പ്രവർത്തന വീഥികളിൽ ഇന്നും ഊർജ്ജസ്വലതയോടെ മുന്നേറുന്നു. കോട്ടയം ജില്ലയിലെ മുത്തോലപുരം എന്ന ദേശത്തെ പള്ളിക്കാപ്പറമ്പിൽ തറവാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 90 വർഷത്തിലേറെ പഴക്കമുള്ള ആ ഭവനം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത് മഹത്തായ ഒരു പാരമ്പര്യം തന്നെയാണ്. തലമുറകളായി തികഞ്ഞ ദൈവാശ്രയബോധത്തിലും ഉറച്ച പ്രാർത്ഥനാനുഭവത്തിലും അനേകം ആത്മാക്കളെ വഴി നടത്തിയ പഴമയുടെ നന്മയും സുഗന്ധവും ഉദ്ഘോഷിക്കുന്ന ആ ഭവനത്തെക്കുറിച്ചും തൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അഭിവന്ദ്യ പിതാവിന് പങ്കുവയ്ക്കുവാൻ ഏറെയുണ്ട്. എല്ലാ തലമുറകളിലും ധാരാളം ദൈവവിളികൾ ഉണ്ടായിരുന്ന പള്ളിക്കാപ്പറമ്പിൽ കുടുംബത്തിന് ദൈവം നൽകിയ ഒരു സമ്മാനം കൂടിയായിരുന്നു ഈ വന്യ പുരോഹിത ശ്രേഷ്ഠൻ. ഒരു ഗ്രാമപ്രദേശമാണ്. സാധാരണക്കാരായ കൃഷിക്കാർ അവരെ അധ്വാനം വഴി ഉപജീവനമാർഗം നടത്തുന്നവർ, നല്ല ക്രൈസ്തവ അന്തരീക്ഷം ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഉത്തരവാദിത്തമുണ്ടായിരുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും കത്തോലിക്കരാണ് അവിടെയുള്ളത്. ഞങ്ങളുടെ കുടുംബം, പള്ളിക്കാപ്പറമ്പിൽ കുടുംബം, എത്ര നാൾ മുമ്പാണ് മുത്തലോട് തുറന്നത് എന്നതിനെപ്പറ്റി എനിക്ക് നല്ല നിശ്ചയമില്ല. എൻ്റെ വല്യപ്പൻ്റെ കുടുംബം പള്ളിക്കാപ്പറമ്പിൽ എന്ന്, ആ വല്യപ്പൻ്റെ കുടുംബം മുതലാണ് പള്ളിക്കാപ്പറമ്പിൽ എന്ന പേര് ഈ കുടുംബത്തിന് കിട്ടിയത്. അവരെ 7 പേരായിരുന്നു, 6 ആണുങ്ങളും ഒരു സ്ത്രീയും. അതിൽ ഒരാൾ വൈദികനായിരുന്നു, ബഹുമാനപ്പെട്ട വലിയ പൗലോസച്ചൻ. എൻ്റെ വല്യപ്പന് 6 മക്കളാണ് ഉള്ളത്. അതിൽ 2 പേര് വൈദികരെ, ബാക്കി 4 പേര് കുടുംബജീവിതം നയിക്കുന്നവർ. എൻ്റെ ചാച്ചൻ
അഞ്ചാമത്തെ ആളാണ്. ഏറ്റവും മൂത്ത ആൾ എൻ്റെ വലിയ പേരപ്പൻ കാളിയാറിൽ താമസിക്കുന്നു. രണ്ടാമത്തെ പേരപ്പൻ തൊടുപുഴ താമസിക്കുന്നു. മൂന്നാമത്തെ അദ്ദേഹം ഒരു CMI കോൺഗ്രിഗേഷനിൽ വൈദികനാണ്. നാലാമത്തെ ആൾ എൻ്റെ ഫാദറ്. അഞ്ചാമത്തെ ഒരു ഇടവ് വൈദികൻ. ആറാമത്തത് എലഞ്ഞിൽ താമസിക്കുന്നു. മാതൃഭവനം സ്ഥിതി ചെയ്തിരുന്ന രാമപുരത്തായിരുന്നു അഭിമന്യ പിതാവ് ജനിച്ചു വീണത്. 1927 വിശുദ്ധ വാരത്തിലായിരുന്നു അത്. അതേ ആഴ്ചയിൽ തന്നെയാണ് ജർമ്മനിയിലെ ബവേരിയയിൽ ബെനഡിക്റ്റ് 16 പാപ്പയും ജനിച്ചത്. മാതാവിൻ്റെ ബന്ധുകൂടിയായിരുന്ന വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചതും തുടർന്നുള്ള അനുഗ്രഹീതമായ ജീവിത വഴികളുമെല്ലാം കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരഭിഷിക്തനാക്കി അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു. എൻ്റെ ഫാദറിന് 6 മക്കളാണ് ഉണ്ടായത്. ഞാൻ മൂന്നാമത്തെ ആളാണ്. ഏറ്റവും മൂത്ത എൻ്റെ പെങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി, 2.5 വയസ്സുള്ളപ്പോൾ. എൻ്റെ നേരെ ഇളയ ഒരു പെങ്ങളുണ്ടായിരുന്നു, അവരും ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണുള്ളത്. എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ എറണാകുളത്ത് താമസിക്കുന്നു. ഞാൻ മൂന്നാമത്തെ എൻ്റെ പെങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നു. 4ാമത്തെ അനിയൻ മുത്തോരോട് താമസിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ അന്തരീക്ഷം. ഞാൻ 1927 ഏപ്രിൽ 10 ജനിച്ചത്. അന്ന് ഓശാന ഞായറാഴ്ചയായിരുന്നു. പിന്നത്തെ ആഴ്ചയിൽ ഞാൻ മാമോദിസ സ്വീകരിച്ചു. ഞാൻ ജനിച്ചത് രാമപുരത്താണ്. എൻ്റെ അമ്മ വീട് രാമപുരമാണ്. എനിക്ക് മാമോദിസ നൽകിയത് വാഴ്ത്തപ്പെട്ട സേവറൂമ്പിൽ കുഞ്ഞച്ചനാണ്. കാരണം കുഞ്ഞച്ചൻ എൻ്റെ അമ്മയുടെ ഒരു അങ്കിളായിരുന്നു. ബാല്യകാലം ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്, പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മുത്തോരടുത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. പള്ളി മുറ്റത്ത് തന്നെ സ്കൂള് കെട്ടിടമായിരുന്നു. പള്ളിയിൽ നിന്ന് പണിയിച്ചു കൊടുത്ത് ആ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്റർ തിരുവല്ല പ്രദേശത്തുള്ള അദ്ദേഹമായിരുന്നു, ഒരു ചാക്കോ സാറ്. ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും അന്ന് പ്രൈമറി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. സാറ് ഞങ്ങളെ കൊണ്ടുപോയിട്ടിരുന്നു, തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. പള്ളിക്കാപ്പറമ്പിൽ കുടുംബത്തിൻ്റെ വിളക്കും തറവാട്ടിലെ എല്ലാവരുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയുമായിരുന്ന വല്യപ്പച്ചനായിരുന്നു അഭിമന്യ പിതാവിൻ്റെ ജീവിതത്തെയും ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകിയിരുന്നത്. പ്രാർത്ഥനയുടെയും മറ്റ് ചിട്ടകളുടെയും കാര്യങ്ങളിൽ കാർക്കശ്യത്തോടെ ഇടപെട്ടിരുന്ന അദ്ദേഹം തികഞ്ഞ പരിശീലനമാണ് പിതാവിനും സഹോദരങ്ങൾക്കും നൽകിപ്പോന്നിരുന്നത്. മികച്ച ഒരു ദൈവ ശുശ്രൂഷകന്റെ രൂപീകരണത്തിൽ ആ പിതാമഹനും മാതാപിതാക്കളും മറ്റ് മുതിർന്ന അംഗങ്ങളും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. വീട്ടിലെ അന്തരീക്ഷം വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പരിശീലനം നൽകിയിരുന്ന ഒരു സാഹചര്യമാണ് കുടുംബത്തിലുണ്ടായിരുന്നത്. എൻ്റെ വല്യപ്പൻ കർക്കശക്കാരനായിരുന്നു. എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും പ്രാർത്ഥനയുടെ കാര്യത്തിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഏകദേശം 1 മണിക്കൂറോളം പ്രാർത്ഥന വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ മിക്കവാറും പിള്ളേരെ എപ്പോഴും ഉറക്കമായിരുന്നു. എങ്കിലും വല്യപ്പൻ ആ പ്രാർത്ഥന മുഴുവൻ സമയത്ത് ഞങ്ങളുണ്ടായിരിക്കണം നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും തന്നെ കഴിവുള്ള ദിവസങ്ങളൊക്കെ ദേവാലയത്തിൽ പോയി കുർബാന കാണണമെന്നും വല്യപ്പൻ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു ശരിയായ ഒരു ക്രൈസ്തവ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ
ഒരു ഇന്നത്തെ സന്യാസി ജീവിതം പോലെ തന്നെ കർക്കശമായ ജീവിതമായിരുന്നു ഞങ്ങളുടെ അവിടെ വീട്ടിലുണ്ടായിരുന്നത്. എങ്ങും ദൂരെങ്ങും പോകാൻ അനുവദിച്ചിരുന്നില്ല. അവിടെയൊക്കെ കുടുംബത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിദ്യാഭ്യാസത്തിനും എല്ലായിടത്തും പോയി പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതും. അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് വിവിധ കലാലയങ്ങളിലായി MA വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷമാണ് സെമിനാരിയിൽ പ്രവേശിക്കുന്നത്. ചങ്ങനാശ്ശേരി സെൻറ്റ് ബർഗ്മാൻസ് കോളേജിലും തുടർന്ന് തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിലും മദ്രാസ് ലയോള കോളേജിലുമായി പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം മികച്ച ഒരു വിദ്യാർത്ഥിയായി എക്കാലവും പരിഗണിക്കപ്പെട്ടിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലായിരുന്നു അദ്ദേഹം തൻ്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത്. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ എലഞ്ഞിയിലേക്ക് പോയി. എലഞ്ഞിയിലായിരുന്നു മിഡിൽ സ്കൂള്. അന്ന് 4 കൊല്ലമായി മിഡിൽ സ്കൂൾ പഠിക്കേണ്ടത്. പ്രിപ്പറേറ്ററി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെൻറ്റ് പീറ്റേഴ്സ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അവിടെ 4 കൊല്ലം പഠിച്ച ശേഷം ഞാൻ വാഴക്കുളത്തിന് പോയി. ഇൻഫൻറ്റ് ജീസസ് ഹൈസ്കൂൾ അവിടെ 3 വർഷം പഠിച്ചു. പിന്നെ 1 വർഷം സെൻറ്റ് എഫ്രൈംസ് ഹൈസ്കൂൾ മാന്നാനം അവിടെ പഠിച്ച് ഞാൻ ESLC പാസ്സായി. അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരിയിലായിരുന്നു. ചങ്ങനാശ്ശേരി ബർഗ്മാൻസ് കോളേജിൽ 2 കൊല്ലം ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞ് ഞാൻ BAക്ക് തൃശ്ശിനാപ്പള്ളിയിൽ സെൻറ്റ് ജോസഫ് കോളേജിൽ പോയി. തൃശ്ശിനാപ്പള്ളിയിലെ BA പാസ്സായി കഴിഞ്ഞ ശേഷം ഞാൻ ലയോള കോളേജിൽ MAക്ക് പോയി. MA ഇക്കണോമിക്സിൽ 1949 പാസ്സായി ലയോള കോളേജിൽ. അതിന് ശേഷമാണ് ഞാൻ സെമിനാരി പ്രവേശിക്കുക. 49 സെമിനാരി പ്രവേശിച്ചു. 2 കൊല്ലം മൈനസിനായി പഠിച്ചു. 1 കൊല്ലം മംഗലാപുരത്ത് പഠിച്ചു. അതിനുശേഷം ഞാൻ 7 കൊല്ലവും റോമിൽ പ്രൊപ്പഗാൻഡ കോളേജിലാണ് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പരിശീലനം നടത്തിയത്. ചെറുപ്പകാലം മുതൽ അനേകം വൈദികരുമായി അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്ന നല്ല ബന്ധം ഒരു മികച്ച അഭിഷിക്തനായി തീരുവാൻ വഴിയൊരുക്കി. കുടുംബാംഗങ്ങളായിരുന്ന പുരോഹിതർക്ക് പുറമെ ഇടവകയിലും പുറത്തുമുള്ള ഏതാനും നല്ല വൈദികർ തൻ്റെ ജീവിതത്തിൽ എക്കാലവും സ്വാധീനം ചെലുത്തിയിരുന്നതായി അദ്ദേഹം ഓർമ്മിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ നന്മയും പുരോഹിതരിലൂടെ ലോകത്തിന് കരഗതമാകുന്ന അളവറ്റ അനുഗ്രഹങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞത് ആത്മന അദ്ദേഹത്തെ ദൈവവിളിയോട് അടുപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഇടവ വൈദികരുമായി ബന്ധപ്പെടുവാനായിട്ട് ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാന സംബന്ധിക്കുവാനായിട്ട് ഞങ്ങളെ പറഞ്ഞയക്കുമായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും വൈദികരായിട്ട് ബന്ധപ്പെടുക. കോളേജിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു, ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ കുര്യാസനായിരുന്നു ഞങ്ങളുടെ വാർഡൻ. ഞാൻ വെക്കേഷൻ വന്നപ്പം ഒരു കരിക്ക് വെട്ടി എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ കുര്യാസിൻ്റെ കൈയുടെ മുറിവ് കണ്ടുകൊണ്ട് പറഞ്ഞു, ഇതെന്നാ പറ്റി ജോസഫേ കൈ മുറിഞ്ഞു? ഞാൻ പറഞ്ഞു, ഒരു കരിക്ക് വെട്ടിയതാ, അന്നേരം മുറിഞ്ഞതാ. ഈ കൈ മുറിഞ്ഞു പോയിരുന്നെങ്കിൽ വൈദികനാനൊക്കെയല്ലായിരുന്നുള്ളൂ അച്ഛനെന്ന് പറഞ്ഞു. ഞാനന്ന് ഇൻ്റർമീഡിയറ്റ് പഠിക്കുക. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും എൻ്റെ വൈദിക ജീവിതത്തെ പറ്റി, വൈദിക അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ യാതൊരു ചിന്തിച്ചിരുന്നെങ്കിലും കുര്യാസിന് അതാ എന്നോട് പറഞ്ഞ നേരം, ഇതാ കൈ മുറിഞ്ഞു പോയിരുന്നെങ്കിൽ, കൈവിരൽ മുറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനാനൊക്കെയില്ലായിരുന്നു. യാദൃശ്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന എന്തോ അത് പിന്നീട് എത്രമാത്രം യാഥാർത്ഥ്യമായി എന്നുള്ളതിനെ പറ്റി. അതുപോലെ ഞാൻ സ്പെസിഫിക്കുള്ള എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു വൈദികനാണ് കാവുവാട്ടച്ചൻ മത്തായിച്ചൻ. പിന്നെ അദ്ദേഹം ചങ്ങനാശ്ശേരി ഒരു മെത്രാപ്പൊലീത്തായി. അതുപോലെ കാളാശ്ശേരിയിലെ ഫ്രാൻസിസ് അച്ഛൻ, ഞങ്ങളുടെ ഹെഡ് പ്രിൻസിപ്പലായിരുന്ന റോമേ തോമസനും, അത് പിന്നീട് പ്രിൻസിപ്പലായിരുന്ന വില്യമച്ചനും, അതുപോലെ കുരീത്തരത്തിലച്ഛൻ, ഇവരൊക്കെ വളരെയേറെ കുടുംബമായിട്ട് പലരും ബന്ധപ്പെട്ട് പരിചയമുള്ളവരാണ്.
അതിലുപരിയായിട്ട് ആ വൈദികർക്കെല്ലാം എന്നോട് വലിയ താല്പര്യവുമായിരുന്നു. അങ്ങനെ ആ ബന്ധം എനിക്ക് വൈദികരുമായിട്ട് അടുത്ത് ബന്ധപ്പെടുവാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു വൈദികനായി തീരുക എന്ന ആഗ്രഹമോ അങ്ങനെ ഒരു ചിന്ത പോലുമോ അവസാന ഘട്ടം വരെ ഇല്ലാതിരുന്നിട്ടും സെമിനാരിയിൽ ചേരുവാൻ പെട്ടെന്നുണ്ടായ തീരുമാനം തികഞ്ഞ ദൈവഹിതം തന്നെയായിരുന്നുവെന്ന് അഭിമന്യ പിതാവ് തിരിച്ചറിയുന്നു. ജനനത്തിന് മുമ്പ് തന്നെ ദൈവം മുദ്ര പതിപ്പിച്ച ഒരാത്മാവിനെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് കരം പിടിച്ച് നടത്തുന്നതിൻ്റെ തികഞ്ഞ ഉദാഹരണം കൂടിയാണ് ഈ ജീവിതം. അത്തരമൊരു തീരുമാനം കൈക്കൊണ്ട നിമിഷം മുതൽ തന്നെ പിന്തുടരുന്ന അനുഗ്രഹീതമായ അനവധി സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹത്തെ വളർത്തിയിരുന്നു. വളരെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു വൈദികനോട് സംസാരിച്ചപ്പോൾ വൈദികൻ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു കൊല്ലം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് എൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. ആ വൈദികൻ ഉടനെ പറഞ്ഞു, ജോസഫ് ഉടനെ സെമിനാരിൽ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, പിന്നെ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. അച്ഛൻ വൈദ്യ അല്ല, യു ഷുഡ് ഗിവ് ഇറ്റ്, അല്ലെ നിങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ വൊക്കേഷൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ മൈനസ് സെമിനാരിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്. വലിയ താല്പര്യപൂർവ്വം കൊടുത്തതല്ല, കാരണം അദ്ദേഹം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് നിരസിക്കാൻ കഴിയാത്ത മൈനസ് സെമിനാരിൽ ചേർന്ന് ഞാൻ ആദ്യം ചെല്ലുന്ന സെമിനാരിലെ ഇൻ്റർവ്യൂവിനൊന്നും ഞാൻ പോയില്ലായിരുന്നു. കളാശ്ശേരി പിതാവിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് വരും? തോരോരോ പള്ളിക്കാപ്പുറമല്ലേ, നല്ലൊരു അച്ഛനെയൊക്കെ തീരുന്നു പറഞ്ഞു. എനിക്കൊരു ആശീർവാദം തന്നു വിട്ടപ്പോൾ ഞാൻ ഓർക്കുന്നു. ആ ആശീർവാദം എപ്പോഴും എൻ്റെ മനസ്സിലെ വളരെ ആഴമായി പതിഞ്ഞൊരു സംഭവം. കാളാശ്ശേരി പിതാവ് എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് ജോസഫ് നല്ല വൈദികനായി തീരുക. അങ്ങനെയാണ് ഞാൻ മൈനസ് സെമിനാരിൽ ചേരുക. സെമിനാരി ജീവിതത്തിൽ എനിക്കൊരു കാര്യം ഒക്കെ വ്യത്യസ്തമായ സാഹചര്യം, കോളേജ് അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണല്ലോ സെമിനാരി അന്തരീക്ഷം. എങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ 8-9 വർഷം സെമിനാരിൽ പഠിച്ചിട്ടും മൈനസ് സെമിനാരിൻ്റെ ഭക്ഷണമൊക്കെ അത്ര തൃപ്തികരമൊന്നും അല്ലായിരുന്നെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. എൻ്റെ വൈദിക അന്തസ്സിലേക്ക് പ്രവേശനം തിരിഞ്ഞു നോക്കണമെന്ന് എനിക്കൊരിക്കലും ഒരനുഭവം ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, താമസ സൗകര്യക്കുറവ് മൈനസ് സെമിനാരിലൊക്കെ അതിനില്ല. എങ്കിലും എല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവം എന്നെ കൈപിടിച്ച് എൻ്റെ ഒരു വൈദിക ജീവിതത്തിൽ നയിച്ചു എന്നുള്ള വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും സന്തോഷത്തോടും നന്ദിയോടും ഞാൻ അനുസ്മരിക്കുന്നുണ്ട്. ആദ്യം ചങ്ങനാശ്ശേരിയിലെ സെൻറ് തോമസ് പെറ്റി സെമിനാരിയിലും തുടർന്ന് മംഗലാപുരം സെൻറ് ജോസഫ് മേജർ സെമിനാരിയിലും ഏറെ വൈകാതെ റോമിലെ പ്രൊപ്പഗാന്ത ഫിദയിലും പരിശീലനം നേടിയ അദ്ദേഹം പഠനകാലത്തുടനീളം തന്നെ പിന്തുടർന്ന ദൈവപരിപാലനയെക്കുറിച്ച് വാചാലനാകുന്നു. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വഴി നടത്തിയ ആ ശുശ്രൂഷകൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവിടുത്തെ ഇടപെടലുകളും സാന്നിധ്യവും സുവ്യക്തമായിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം 6 പതിറ്റാണ്ടുകൾ തികയ്ക്കുവാനൊരുങ്ങുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ദർശിക്കുന്നത് ദൈവപരിപാലനയുടെ അവർണ്ണനീയമായ മുഹൂർത്തങ്ങളാണ്. ദൈവത്തിൻ്റെ പരിപാലനം എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് എൻ്റെ ആ വൈദിക പഠനകാലത്ത്. റോമിലാണെങ്കിലും മംഗലാപുരത്താണെങ്കിലും ചങ്ങനാശ്ശേരിയിലാണൊക്കെ പഠിച്ച അവസരം. ഞാൻ മൈനസ് സെമിനാരി ചങ്ങനാശ്ശേരിയിലും 1 കൊല്ലം, മംഗലാപുരത്ത് പിന്നെ 7 കൊല്ലം റോമിലാണ് ഞാൻ പഠിച്ചത്. റോമിലെ പഠനമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും പ്രോത്സാഹനം ലഭിച്ചിരുന്നു. പഠനത്തിനും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ജീവിതകാലം മുഴുവൻ
ആ പരിശീലന കാലം മുഴുവൻ ഞാൻ സൂചിപ്പിച്ച പോലെ കുറേയൊക്കെ ചില സാഹചര്യം ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ പരിപാലനം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഇപ്പോഴും. അതുപോലെ തന്നെ കഴിഞ്ഞ വൈദിക ജീവിതം 50 വർഷത്തെ 60 വർഷത്തോളമായി ഞാൻ വൈദികനായിട്ട് 58 വർഷം കഴിഞ്ഞു. അതും എത്രയോ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടെന്ന് പറയാനില്ല. തീർച്ചയായിട്ടും ഈ ഉത്തരവാദിത്തങ്ങളുള്ള ആ ജോലിയൊക്കെ ചെയ്ത് നിർവഹിച്ചപ്പോൾ ഒരു വെത്രാൻ നിലയിലും അതൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും എപ്പോഴും അവയെല്ലാം തരണം ചെയ്യുന്നതിനുള്ള ശക്തി ദൈവം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സെമിനാരിയിലെ റെക്ടറായിരുന്നു. കുറേ പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അതും എനിക്ക് പ്രയാസം തോന്നിയെങ്കിലും അവിടെ ഒന്നും ദൈവം എന്നെ കൈവിട്ടില്ല. മെത്രാൻ തീർച്ചയായിട്ടും രൂപത ഭരണം അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. അതും അവിടെയൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ പരിപാലനയുടെ സ്പർശം എനിക്കത് എപ്പോഴതിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. രണ്ടായിരത്തി 18 60 വർഷം തികയുന്ന തൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് അഭിമന്യ പിതാവ് വെളിപ്പെടുത്തുന്നത് വിവരണാതീതമായ ചില ആത്മീയ രഹസ്യങ്ങളാണ്. ഒരു വൈദികൻ എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അദ്ദേഹം എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അതീതമായി ആത്മീയ സന്തോഷം കണ്ടെത്തുവാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സത്യം വെളിപ്പെടുത്തുന്നു. എല്ലായ്പ്പോഴും സമീപസ്ഥനായ ദൈവത്തിൽ ആഹ്ലാദിക്കുവാൻ കഴിയുന്നവനാണ് അഭിഷിക്തൻ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വൈദിക സെമിനാരി ജീവിതത്തിലും വൈദിക ജീവിതത്തിലും എനിക്കെപ്പോഴും സംതൃപ്തി അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നോട് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെ സെമിനാരി സുഖമാണോ? ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യത്തിന് അർത്ഥമില്ല. ഒരു വൈദികന് ജീവിതം എപ്പോഴും സുഖകരമായ ജീവിതമാണ്. വൈദികൻ തൃപ്തിയോടുകൂടി സംതൃപ്തിയോട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കൊരു അവസരം ഉണ്ടാകരുത്. പ്രാർത്ഥനാ ജീവിതം നയിച്ച് നല്ല ഉത്തരവാദിത്തത്തോടെ സഭയോടുള്ള വിശ്വസ്ത പുലർത്തി ജീവിക്കുന്നൊരു വൈദികനെ എപ്പോഴും സന്തോഷമായ ജീവിതത്തിൽ അനുഭവപ്പെടുക. ആ ഒരു സന്തോഷം എനിക്കെപ്പോഴും അനുഭവപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് എന്നത്തെ കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമില്ല ഇങ്ങനെ കാര്യങ്ങളെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും സന്തോഷമുണ്ടായിട്ടുള്ളൂ. യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല. എൻ്റെ അധികാരികളുമായിട്ട് ഒരിക്കലും ഒരു തരത്തിലും ഒരു എതിർത്ത് സംസാരിക്കേണ്ടതായിട്ടോ ഉണ്ടാകേണ്ട അവസരമോ എനിക്കുണ്ടായിട്ടില്ല. അത് ഞാൻ അനുവദിച്ചിട്ടുമില്ല. അധികാരികൾക്കനുസരിച്ച് എല്ലാ കാര്യവും ചെയ്യുക, അധികാരികളുടെ എൻ്റെ സുപ്പീരിയേഴ്സുള്ള വിധേയത്വം ഇതെല്ലാം പുലർത്തുന്ന എനിക്കെപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഇന്നും അത് ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുമായി ഈ മണ്ണിൽ പിറന്നു വീണ ദൈവത്തിൻ്റെ പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവീഥികളിൽ പ്രതിബിംബിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തമായ പരിപാലനയുടെ ദൃശ്യങ്ങളാണ്. പരശതം ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് കരം പിടിച്ചുയർത്തിയ ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ വഴികളിൽ ഇനിയും ദൈവാത്മാവിൻ്റെ വെളിച്ചം വീഴുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കൾ അതെനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിന് ഒരു മാർഗദർശനമായി നിന്നിരുന്നു. അവരുടെ ജീവിതം എപ്പോഴും മാതാപിതാക്കൾ നല്ല കാര്യങ്ങൾ മാത്രമേ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 62 ജൂലൈ 3-ാം തീയതിയാണ് വടവാതൂർ അപ്പസ്തോലിക് സെമിനാരി തുറക്കുക. ആ സെമിനാരിൽ ഞാൻ ജൂലൈ 9-ാം തീയതി പ്രവേശിച്ചു.
അന്നത്തെ വിദ്യാർത്ഥികൾ പരിശീലനം നൽകി. ഇന്ന് അവരെല്ലാം നമ്മുടെ ഈ രൂപത്തിൽ തന്നെ 4 അച്ഛന്മാരുണ്ട്. 32 വൈദികരെ ആദ്യം ഞാൻ പരിശീലനം നൽകി. ഞാൻ ഫിലോസഫി പഠിപ്പിക്കുകയായിരുന്നു. അത് സന്തോഷകരമായ ജീവിതം വയൽപിതാവിൻ്റെ കൂടെ. എത്രയോ സ്നേഹത്തോടെ അദ്ദേഹം എന്നെ സ്വീകരിച്ചു. വയൽപിതാവിന് നല്ല ആരോഗ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഓക്സിൽ വേണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 1973 അദ്ദേഹം പ്രായാധിക്യമൊന്നും ആയില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് നല്ല സുഖമില്ലായിരുന്നു. ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ പറയാം. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഏതൊരു ജീവിതത്തിലും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളാണ്. അതൊന്നും തരണം ചെയ്യാൻ നമുക്ക് ജീവിക്കാനൊക്കെയല്ല. പക്ഷേ അതൊക്കെ സന്തോഷത്തോടെ നല്ല വൈദികരുടെ സഹകരണത്തോടെ അതെല്ലാം ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷത്തിൽ പറയാൻ കഴിയുന്നുണ്ട്.